ഇല്ല ഇതെന്താണോ ഞാനൊന്ന് കറങ്ങുന്നത്. അഗെയിൻ കേൾവണ്ടിയാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ വയനാട്ടിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നമ്മൾ 900 കണ്ടിയുടെ അടുത്താണ്. നമ്മൾ 900 കണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 4 കിലോമീറ്റർ കൂടെ ബാക്കിയുണ്ട് 900 കണ്ടി എത്താനായിട്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നുള്ളതൊക്കെയാണ്. നമ്മൾ മെയിൻലി നോക്കുന്നത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പം അവിടെ എന്താ കറക്റ്റ് എന്നുള്ളത് നമുക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനുള്ളൊരു പരിപാടിയാണ്. ഇവിടെ എന്തൊക്കെ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നത്, റോക്ക് ക്ലൈമ്പിങ്ങോ സംതിങ്, സിപ്പ് ലൈനോ സംതിങ് എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കണക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി 9 കിലോമീറ്റർ ഉണ്ടോ. ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജോ സംഭവം, അത് വേറെയാണോ എന്തോ അറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് നോക്കണം ഇതെങ്ങനെയാണെന്നുള്ളത്. എനിക്കൊരു പിടുത്തമില്ല, ഞാൻ വന്നിട്ടില്ല ഈ സ്ഥലത്തോട്ട്. ഇടയ്ക്കിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനുമ്പോൾ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ വരുന്നത്. നോക്കാം അല്ലേ ഇനി എന്തൊക്കെയുണ്ടെന്നുള്ളത്. കൂടെ തന്നെ കാണണേ ഗൈസ്. ഇത് നമുക്കിനി ഏകദേശം ഒരു 500 മീറ്ററും കൂടെ പറയുന്നുണ്ട്. ലോങ്ങസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ്. ഓക്കെ, സ്കൈ പാർക്ക് എന്നോ അങ്ങനെ എന്തോ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. നോക്കാം, അറിയില്ല. നമ്മൾ പാർക്കിങ്ങിലോട്ടാണ് ഇനി ഒരു 500 മീറ്റേഴ്സ് പറയുന്നത്. ഇനി അവിടെ വണ്ടി വെച്ചിട്ട് എന്തോ ഒരു ചെറിയ ജീപ്പിനകത്ത് അങ്ങോട്ട് പോകണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്കറിയില്ല. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ സൂചിപ്പാറ വാട്ടർഫോൾസ് 4.5 കിലോമീറ്റേഴ്സ്. നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കാം. എന്താണ് ഓക്കെ, ഇങ്ങോട്ട് വയ്ക്കാനത്. നമ്മളങ്ങനെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ജീപ്പിനായിരിക്കണം പോകുന്നത്. ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരമുണ്ട്. അപ്പം ഓഫ് റോഡ് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ചില വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കിട്ടിയാൽ കൊള്ളാമല്ലേ. നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഓഫ് റോഡ്. എല്ലാവരെയും ഇവിടെ ഇടിച്ച് തള്ളി കയറ്റിയിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുമല്ലോ അല്ലേ. ഓക്കെ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതാണ് വഴി. ഇല്ല ഓർത്തേക്കിട്ട് വണ്ടി കിടന്ന് അടിക്കുന്ന അടി കണ്ടോ, അതേ രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് പൊഴങ്ങി. അയ്യോ അയ്യോ, ഇത് ഇങ്ങോട്ടാണ്. ഒരു പരിവായിട്ടുണ്ട്. ജിമ്മിയൊക്കെ ഉണ്ട്. ഓ ഓക്കെ ഓക്കെ, അവിടെ റിസോർട്ട് ഉണ്ട് മുകളിൽ. ആഹാ, വേറെ എത്ര ദൂരം ഉണ്ട് മൊത്തത്തിൽ? 7 കിലോമീറ്റർ അങ്ങോട്ട്. അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാ? ഓക്കെ, അപ്പൊ കുറച്ച് ഈ വഴി നമ്മളൊക്കെ
മലയിലും കൂടെ ഉള്ളതെന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മുടെ നൊമാഡിക് കോർണറിന്റെ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനകത്ത് കുറച്ചധികം കണ്ടന്റ് കാണും. അതിന് വേണ്ടിയുള്ള എവിടെ വെച്ച് നേരെ പറയണ പോട്ടെ. ഓക്കെ 45 മിനിറ്റ് സമയമുണ്ട്. നിങ്ങൾക്ക് താഴെ സുപ്രീനൊക്കെ പോകുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ജീവനോടുണ്ടല്ലേ? 12:45. ഓക്കെ വാ. അയ്യോ ഗൈസ്, ഇത് മൊത്തത്തിൽ നമുക്കൊരു 450 രൂപ പെർ പേഴ്സണാണ് ആയിട്ടുള്ളത്. അതായത് 200 രൂപ ജീപ്പിൻ്റെ ചാർജും ഇവിടെ ഒരാൾക്ക് അഡൽസിനാണെങ്കിൽ 250 റുപ്പീസും ചിൽഡ്രന് മീൻസ് 5 മുതൽ 12 വയസ്സ് വരെയാണെന്നുണ്ടെങ്കിൽ 100 രൂപയുടെ ടിക്കറ്റുമാണ്. ഓക്കെ, നോക്കാം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഗൈസ്, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ടിക്കറ്റൊക്കെ എടുത്തു. എല്ലാവരും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതെവിടെ ചെന്നാലും ഈ വൃത്തികെട്ട കയറ്റമാകുന്നു എന്നുള്ളത് എനിക്കൊരു വലിയ കംപ്ലൈൻ്റ് ആണ്. നടക്കാൻ വയ്യ. നമ്മളങ്ങനെ ബൂട്ടും ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കയറാൻ പറ്റില്ല. എക്സ്പെക്ടേഷൻ വെസസ് റിയാലിറ്റി ചെയ്യേണ്ട ഗൈഡാണ് ഇവിടെ. ഭയങ്കര തിരക്കാട്ടോ, കണ്ടമാനം ആൾക്കാരുണ്ട്. ഇതാണ് സാധനം. എടുക്കുന്നുണ്ട്. ഓക്കെ, അന്നേരം നമ്മൾ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അടുത്ത ട്രീ ടോപ്പ് വ്യൂ പോയിന്റ്. ഓക്കെ, ഇതെല്ലാം ഈ ടിക്കറ്റിനകത്ത് വരുന്നതാണ്. ഒരു 5 സ്ഥലമോ 6 സ്ഥലമോ കണ്ടെന്നുണ്ട്. എനിക്കൊന്ന് ഇതും സ്വിങ് സെപ്പറേറ്റ് ആയിരുന്നു. എനിക്കൊന്ന് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും കൊള്ളാവുന്ന. ബാക്കി എല്ലാവരും ഒരു പിള്ളേർ കളിയാണ്. നോക്കട്ടെ. ഇത് എവിടെ ചെന്നാലും തിരക്കല്ലേ. ഇനി കയറി മതിയായി.
ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. കൊള്ളാല്ലേ? ഗൈസ്, അന്നേരം നമ്മൾ പയ്യെ ആ സ്വിങ് ക്യാൻസൽ ചെയ്ത് കേട്ടോ. കാരണം ടൈം ഫ്രെയിമിൽ നമുക്ക് തിരിച്ചെത്താൻ പറ്റത്തില്ല. എന്തായാലും നമുക്കിനി പോകുന്ന വഴിക്ക് വേറെ ആക്ടിവിറ്റി ഉണ്ടോ നോക്കാം. സിപ്പ് ലൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. KSRTC ഇല്ല, നമ്മുടെ ജീപ്പിൻ്റെ ചേട്ടനാണ് നോക്കേണ്ടത്. അതാ എന്തായാലും നമുക്ക് അന്നേരം 12:45 എത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 12:35 ആയിരുന്നു. 10 മിനിറ്റ് കൊണ്ട് എന്തായാലും ഇത്രയും പേര് സ്വിങ്ങിനകത്ത് കയറി ഇറങ്ങൂലായിരുന്നു. അപ്പോൾ നമുക്ക് പയ്യെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് സിപ്പ് ലൈൻ ഉണ്ട്. ടൈം ഉണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ 250 റുപ്പീസിലെ ഒരു സാധനം ഈ കിഡ്സ് പ്ലേ ഏരിയ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അതാണ്ട് ഈ ടെൻ്റൊക്കെയാണ്, ഈ ക്രിക്കറ്റിൻ്റെ നെറ്റ് പിച്ച്. പിന്നെ ഇതൊക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞത് മെയിനായിട്ടുള്ളത്. ആ ഒരു ഇത് രണ്ടെണ്ണമായിരുന്നു. ആ ട്രീ ടോപ്പും പിന്നെ ആ ഗ്ലാസ് ബ്രിഡ്ജും ആയിരുന്നു. പിന്നെ ബാക്കിയെല്ലാം വെറുതെയാണ്. ഓക്കെ, നമ്മുടെ ജീപ്പ് കേട്ട അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ്, സ്വിങ്ങിൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നോക്കണം. കാരണം നമുക്ക് കയറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു താഴെ പോകും. ചേട്ടാ പോകുന്ന വഴിക്കില്ലേ സിപ്പ് ലൈൻ? എവിടാ? ഓക്കെ, അത് അവിടെ ആണോ ടിക്കറ്റ്? ഓക്കെ 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 ഓക്കെ. അന്നേരം നമുക്ക് സിപ്പ് ലൈൻ ഇവിടെ. ഓക്കെ ഓക്കെ. കൗണ്ടറിലെ മാനേജറാണ്. ഓക്കെ. 100 രൂപ തന്നെയാണ്. വാ. ഓക്കെ, അപ്പോൾ റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. അത് കാര്യമായി. ഓക്കെ, നമ്മൾ അങ്ങോട്ട് നിൽക്കാം. അയ്യോ, ഇതാണ് ഏറ്റവും ചെറുതാണ്. ഏറ്റവും വലിയ ക്ലാസ്. ഓക്കെ, നമ്മുടെ സിപ്പ് ലൈൻ ഇവിടുന്ന് വണ്ടിക്കകത്ത് പോകണോ? അതോ വണ്ടിക്കകത്ത് പോകണം. ഓക്കെ, അത് 350 സിപ്പ് ലൈൻ പോയി റിട്ടേൺ തിരിച്ചു വരും. സൈക്കിളുണ്ട്. ഓക്കെ. രണ്ടിനും കൂടെ ചേർത്ത് 350 രൂപ. ഇത് നമ്മളെ പ്രസിഡന്റ്. നമ്മൾ തിരിച്ച് വണ്ടി കയറിയിട്ടുണ്ട്. സിപ്പ് ലൈൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. നമ്മൾ മിക്കവാറും അതും ക്യാൻസൽ ചെയ്യേണ്ടി വരും. കാരണം ടൈം വളരെ കുറവാണ്. നമുക്ക് തിരിച്ച് എത്തി പിന്നെ ഫുഡ് കഴിക്കണം, പിന്നെ വണ്ടി കൊടുക്കണം, റൂം എടുത്തത് വെക്കേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് 4 മണിക്കേക്ക് ബസ്സാണ്. പക്ഷേ റൂം വെക്കേറ്റ് ചെയ്യുന്നതും വണ്ടി കൊടുക്കുന്നതും 3 മണി വരെ ടൈം ഫ്രീ ഉള്ളൂ. അപ്പം നമ്മളിവിടുന്ന് ഓടി എത്തുമ്പോഴത്തേക്ക് ഹിമാലയനല്ലല്ലോ പറന്നു പോയാൽ, സ്കൂട്ടറിനകത്ത് പോകുന്നതിൻ്റെ പരിധിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുകൊണ്ടാണ് നമ്മളിതെല്ലാം ഒഴിവാക്കിയത്. നമ്മളെന്തായാലും തിരിച്ച് വയനാട് ഹിമാലയനി ഒരു പ്രാവശ്യം കൂടെ വരുന്നുണ്ട്. എന്തായാലും അത് കൺഫേംഡ് ആണ്. അത് എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഡൗട്ട്. എന്തായാലും നമ്മൾ വരുന്നുണ്ട് ഉടനെ തന്നെ. ഓക്കെ, നമുക്ക് നോക്കാം ഇനി പോകുന്ന വഴിക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ചില സിപ്പ് ലൈൻ ഇവിടെ തിരക്ക് കാണോ? തിരക്കില്ല, പെട്ടെന്ന് കഴിയുമ്പോണെങ്കിൽ സിപ്പ് ലൈൻ. അത് നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിപ്പ് ലൈൻ കൂടെ ചെയ്തിട്ട് പോകാം. നമുക്കത് സിപ്പ് ലൈനുള്ള സിപ്പ് ലൈൻ മാത്രമാണ്. വാ, അപ്പോൾ നമുക്ക് സിപ്പ് ലൈനും കൂടെ ചെയ്യാം പെട്ടെന്ന്. അന്നേരം നമ്മൾ തുടങ്ങാൻ പോവാണ്. അയ്യോ കസേര. ഓക്കെ, ടാറ്റാ. എന്റെ വീട്ടൊക്കെ തങ്ങൂല്ലേ?
താങ്ക് യു. ഇതെന്താ ഞാനൊന്ന് കറങ്ങുന്നത്? ഓക്കെ, അപ്പോൾ ഇത് തിരിച്ച് നമുക്ക് റിട്ടേണുണ്ട്. അയ്യോ, നമ്മുടെ മാടിക്കോടർ പോയിട്ടുണ്ട്. നമുക്ക് പുറകെ പോവാം. അയ്യോ, ഓക്കെ. അതൊക്കെ എന്താണ് അവിടെ? എവിടെ, എപ്പോ, എങ്ങനെ? അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വല്ലാത്ത അഡ്വഞ്ചറായി പോയി. ഒട്ടും പ്രതീക്ഷയില്ല അവസാനം ക്ലൈമാക്സ് എങ്ങനെ ആയിരിക്കുന്നുള്ളൂ അവിടെ. ഓക്കെ, എന്തായാലും കൊള്ളായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 900 കണ്ടി യാത്ര, ഒരു സ്പെഷ്യൽ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ എപ്പിസോഡ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു സ്ഥലം, പുതിയൊരു വണ്ടി, പുതിയ കുറേ കാര്യങ്ങളായിട്ട് കാണാം. അതുവരെയും ദിസ് ഈസ് സ്കൈൽ വണ്ടി. ബൈ.